സീസൺ 6 അഖിൽ മാറാർ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇന്നലെ പുള്ളി രാവിലെ ഇൻസ്റ്റാഗ്രാമിലൊരു ലൈവ് ഇട്ടു. പിന്നെ വൈകിട്ടായപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. യൂട്യൂബിലിട്ട പോസ്റ്റിന് ഒരു 3 മണിക്കൂറിലൊക്കെ 2 ലക്ഷം വ്യൂ ഒക്കെ ആയിരുന്നു, 1.5 ലക്ഷം വ്യൂ ഒക്കെ ആയിരുന്നു. എന്താണേലും ഓഡിയോ ഞാൻ കുറേ കപ്പിച്ചുതരാം. ഭയങ്കര വർത്തമാനമായിപ്പോയി. കുറേ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ പറയും അറ്റൻഷൻ സീക്കിംഗ് ആണ്, കാരണം ഈ കൊല്ലം ബിഗ് ബോസിലില്ലല്ലോ, അപ്പോൾ പുള്ളി ഒന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നതാണെന്നൊക്കെ. പക്ഷേ എനിക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിബിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ കണ്ടതാണ്. സിബിൻ ഇന്നലെ പുള്ളിയുടെ വീടിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വീടിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂ പോലെ. അപ്പോൾ അതിനകത്ത് സിബിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിബിൻ ഈ 2 പേരെ കുറിച്ച്, മറ്റേ കുറേ ആൾക്കാരെ കുറിച്ച് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവസാനം സ്റ്റേജിൽ നിർത്തി സിബിന് ക്വാളിറ്റി ഇല്ല എന്ന് പറയിപ്പിച്ചു. അതാണ് ബിഗ് ബോസ് ഗെയിം, ബിഗ് ബോസിലകത്തുള്ളവരുടെ പവർ അതാണ് എന്നുള്ള രീതിയിലാണ് സിബിൻ പറഞ്ഞത്. എന്നാലും അഖിൽ മാറാറിൻ്റെ ഇത് ഞാൻ കേൾപ്പിച്ചുതരാം. അതൊരു 10 മിനിറ്റ് ഉണ്ട്, ഞാനത് കട്ട് ചെയ്ത് അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം വെച്ചിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് കേട്ട് നോക്കൂ. ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരിത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ, അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ. ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊക്കോണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. നാണം കെട്ട് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു, സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ. അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കിടത്തിയിട്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതും പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞ് മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ? അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുന്നുണ്ടല്ലോ, ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ, അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് കണക്ക് ചെയ്തോ. പക്ഷെ പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മറ്റേതാ മഴയാ കോടയാ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച പിടിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യരെ കോമാളിയാക്കുന്നു. മോഹൻലാൽ എന്താ നിന്റെ കളിപ്പാവുകളോ? കാശ് കൊടുത്ത ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ ആ മനുഷ്യനെ തെരുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? അപ്പോൾ ഇതാണ് സംഭവിച്ചത്, ഇതാണ് പുള്ളി പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഭയങ്കര സംസാരമായി പോയി. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് സത്യമാണെങ്കിൽ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ്. പക്ഷേ പുള്ളി ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന ആ വ്യക്തിയുടെ പേരും കൂടെ പറയേണ്ടായിരുന്നു. കേരളത്തിലെ ഹെഡ് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി പുള്ളിക്ക് വല്ലതും സംഭവിക്കുമെന്ന് അതും പുള്ളി പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ വെച്ചില്ല. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ, എനിക്കൊരു പേടിയില്ല, എനിക്ക് ആരും ഒരു ഇതില്ല, ഞാൻ പറയേണ്ടത് ഞാൻ പറയും, സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. എന്തായാലും കൺഗ്രാജുലേഷൻസ് ആണ് പറയാനുള്ളത്. അഖിൽ മാറാർ എന്നും നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. കഴിഞ്ഞ സീസണിൽ ഞാൻ കുറേ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക്. അതൊന്നും വെറുതെ പോയില്ല എന്നുള്ളതിലാണ് എനിക്കിപ്പോൾ ഒരു സന്തോഷം. എന്താണേലും അഖിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഈ നാട്ടിലെ ആൾക്കാരെ മൊത്തം ഒരു പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ എന്താണേലും കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അഖിലിൻ്റെ ഈ വീഡിയോ വെറുതെ പോവില്ല. പുള്ളി രാവിലെ ഇട്ട വീഡിയോയ്ക്ക് തന്നെ ഭയങ്കര ഒരു ഹൈപ്പായിരുന്നു. അപ്പോൾ ഈ വീഡിയോ പുള്ളി രാത്രി ഇട്ടത് എന്താണേലും വെറുതെ പോവില്ല എന്നാണ് എൻ്റെ ഒരു കാരണം. അതിൻ്റെ വാക്കുകൾ അത്രയ്ക്കും ഭയങ്കര ശക്തമായിട്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കൂടെ വിളിച്ച് കിടത്തി പെണ്ണുങ്ങളെ യൂസ് ചെയ്തു എന്നുള്ള വാക്കുകളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല, അത് ചെയ്തിട്ടില്ലെങ്കിലും അവർ വെറുതെ ഇരിക്കില്ല. എന്താണേലും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് കാണാം. ഏഷ്യാനെറ്റിനെ ആൾക്കാർ ബോയ്ക്കൗട്ട് ചെയ്യുമോ
അതോ അഖിൽ മാരാറിനെ ബോയ്ക്കോട്ട് ചെയ്യിപ്പിക്കുമോ? ഈ ഏഷ്യാനെറ്റ് പോലത്തെ വലിയൊരു ഏഷ്യാനെറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴും സെബിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വർത്തമാനം വന്നായിരുന്നു. ഏഷ്യാനെറ്റ് ഒരു വലിയൊരു സംഭവമാണ്, ഡിസ്നി എന്നൊക്കെ പറയുന്ന വലിയൊരു കടലാണ്, വലിയൊരു സംഭവമാണ്. സെബിൻ എന്ന് പറയുന്ന ആൾ ഒരു ചെറിയൊരിതാണ്, ഏഷ്യാനെറ്റ് വിളിക്കുകയാണെങ്കിൽ പോകണം എന്നുള്ള. അപ്പോൾ ഏഷ്യാനെറ്റ് പുറത്താക്കി എന്നുള്ള ബാക്കിയുള്ള ഷോകളിൽ നിന്നും പുറത്താക്കി എന്നുള്ള ഒരു സംഭവമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ആണെങ്കിലും അഖിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്, ബിഗ് ബോസ് എന്താണെങ്കിലും മാളിഞ്ഞ് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക.